ഹലോ, ഞാൻ പ്രസന്ന. ഞാൻ ACBയിൽ ക്രാഫ്റ്റ് വേൾഡ് എന്ന പരിപാടി ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് കുറേ ഐറ്റം ചെയ്തായിരുന്നു. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ആദ്യം കൃഷിയുടെയാണ്, യൂട്യൂബ് തുടങ്ങിയപ്പോൾ കൃഷിയുടെയാണ് ആദ്യം ഇട്ടത്. ഇപ്പോൾ ഞാൻ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാണ്. അപ്പം ചെയ്തതെല്ലാം നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. വെറും 20 രൂപ 25 രൂപയേ ഉള്ളൂ. ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് പല രീതിയിൽ നെക്ലസും കമ്മലും എല്ലാം ഉണ്ടാക്കാം. വെളിയിൽ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട. ഇപ്പം വെക്കേഷനൊക്കെ വരെയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തുടങ്ങാം. അപ്പം നമ്മൾ തുടങ്ങാം നമുക്ക്. അപ്പം ഈ ഗ്ലാസ് വർക്കിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതിനകത്ത് ഗ്ലാസ് ഒട്ടിച്ചിട്ട് സാരിയിലേക്ക് വെച്ച് പിടിപ്പിക്കില്ല, അതേപോലെ 20-25 രൂപ കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് സൂചി കൊണ്ടിട്ട് തയ്ച്ച് പിടിപ്പിക്കണം. ഓരോ നാട് തയ്ച്ച് പിടിപ്പിക്കണം. ജോയിൻ ചെയ്ത് ഓരോ കെട്ടും കൂടെ ഇട്ടിട്ട് ജോയിൻ ചെയ്ത് അടുത്തത് ഒരെണ്ണം എടുക്കണം. ജോയിൻ ചെയ്ത് അതുപോലെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളില്ലേ കഴുത്തിന് എത്രയാണ് നിങ്ങൾക്ക് നീളം വേണ്ടത് അതനുസരിച്ച് അത്രയും എടുക്കണം. ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര 10-15 ആണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് ഡിസ്പ്ലേക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് വലിപ്പം അനുസരിച്ച് ചെയ്യണം. ജോയിൻ ചെയ്ത് ചെയ്യണം. ഇതാണ്ട് എത്രയും തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എത്രയാണ് നീളം വേണ്ടത് അതനുസരിച്ച്. അപ്പോൾ എൻ്റെ കഴുത്തിലാണെങ്കിൽ എനിക്ക് ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ. പിന്നെ ഹോണ്ട വയ്ക്കുന്നതുകൊണ്ട് ഒത്തിരി നീളം വേണ്ട. ഇങ്ങനെ ചോക്കർ പോലെയല്ലേ നമ്മൾ ഇടുന്നത്, അങ്ങനെ. അപ്പോൾ ഇത്രയും തയ്ച്ച് പിടിപ്പിച്ചിട്ട് ഇനി അതിനകത്ത് നമ്മൾ സാരിയോ ചുരിദാറോ എന്താണ് ഇടുന്നതനുസരിച്ച് കളർ അനുസരിച്ച് നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇത് നടുക്ക് ബീഡ്സ് വെച്ച് പിടിപ്പിക്കണം. ഈ അറ്റത്തൊക്കെ ഈ ത്രെഡാണ്. അപ്പം നമുക്ക് തയ്ക്കാനൊന്നും ഒരു പാടുമില്ല. ഈ ഹോളിൽ കൂടെ ഇങ്ങോട്ട് കയറ്റിയാൽ മതി. ആ ഫ്രെയിമിൽ കണ്ട ഞാൻ തയ്ച്ച് വെച്ചിരിക്കുന്നത് ഓരോ മുത്തും തയ്ച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചാടിപ്പോകുന്നൊന്നും പേടിക്കണ്ട. ഹോളിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കണം. ഡ്രസ്സിനനുസരിച്ചുള്ള കളേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിരിക്കും. എൻ്റെ കൈവശം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ മുത്തും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണം. ഇത് കണ്ട ബീഡ്സ് അത്രയും തയ്ച്ച് കഴിഞ്ഞു. തയ്ച്ച് ഞാൻ പകുതി ആക്കിയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വെറുതെ തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ബീഡ്സൊക്കെ തയ്ച്ച് പിടിച്ച് എന്നിട്ട് നമുക്ക് ഈ ഇതുണ്ട് ഈ തയ്ച്ച ഭാഗം തയ്ച്ച ഭാഗം അടി വെച്ചിട്ട് നല്ല ഭാഗം മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒട്ടിക്കണം. ഏതെങ്കിലും പശ വെച്ചിട്ട് ഫെവിക്കോളായാലും മതി. എന്നുവെച്ചാൽ നമ്മൾ തയ്ച്ചതൊക്കെ അറിയില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ച് പിടിപ്പിക്കണം. കണ്ട ഫെവിക്കോളായാലും മതി.
നല്ല വശം മേളിൽ വരണം. ഇങ്ങനെ എല്ലാത്തിലും തയ്ച്ച് ഇങ്ങനെ മേളിൽ വെച്ച് ഒട്ടിക്കണം. അങ്ങനെ എല്ലാം കാണിക്കണേ വീഡിയോ ഒത്തിരി പോവും. അതാണ് ഉണ്ടോ, എല്ലാത്തിലും ഇങ്ങനെ മേലെ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാണ് എല്ലാം ഒട്ടിച്ച് വെച്ച് ഇതിൻ്റെ മേളിൽ ഓരോന്ന് വേണമെങ്കിൽ ഇവിടെയും മുത്ത് നമുക്ക് പിടിപ്പിക്കാം. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോ മുത്ത് ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല കട്ടിക്ക്, കുറച്ചും കൂടെ നല്ല കട്ടിക്ക് വേണമെങ്കിൽ ഓരോ മുത്ത് ഇവിടെ പിടിപ്പിക്കാം. അതും ഡ്രസ്സിനനുസരിച്ചുള്ള കളേഴ്സ് വെച്ചാൽ നന്നായിരിക്കും. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തത്, ഒരു ലെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എല്ലാം ഒട്ടിച്ചിട്ട് ഈ ഹോണ്ട വെച്ചിട്ട് ഇതുണ്ടേ ഇതേപോലെ ഇവിടെ തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് നീളത്തിനനുസരിച്ച് ഇവിടെ തയ്ച്ച് പിടിപ്പിക്കണം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ വെച്ചിട്ട് പിടിപ്പിച്ചാൽ മതി. ഇങ്ങനെ വെറുതെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. വേണമെങ്കിൽ മുത്ത് 1 or 2 ലെയർ വേണമെങ്കിൽ ഇടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇന്നത്തെ കമ്മലുണ്ടാക്കാം. മാല ചെയ്തല്ലോ, ഇനി നമുക്ക് കമ്മലുണ്ടാക്കാം. അതിൽ പശ തേക്കുക ആദ്യം, എന്നിട്ട് ഒരെണ്ണം ഒട്ടിക്കണം. ഇതിൻ്റെ ഹാഫ് ബീഡ്സ് കിട്ടും കേട്ടോ, അതാണെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചാലും മതി, ഒട്ടിച്ചാലും മതി, നന്നായിട്ട് ഒട്ടും. വെറുതെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ കണ്ടോ. വേണമെങ്കിൽ ഒന്ന് നൂലിട്ട് ഒന്ന് ഒട്ടിച്ചാലും നന്നായിരിക്കും. കമ്മൽ റെഡി. 5 മിനിറ്റ് വെച്ചേക്കണം ഉണങ്ങാനായിട്ട്. അതിൻ്റെ അടിയിലത്തെ കണ്ടോ സെയിമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ സെയിം. ഇതൊക്കെ ഞാൻ തയ്ച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇത് ലോങ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിച്ചു തന്നിരിക്കുന്നത്, ഒട്ടിച്ച് വെച്ചത്. പിന്നെ അടിയിൽ ഇതിൻ്റെ ഇതും കൊടുത്താൽ മതി. ഇതേപോലെ നിങ്ങൾക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഡ്രസ്സിനനുസരിച്ച് വാങ്ങിച്ചിട്ട് പിന്നെ ഏത് കളറെന്ന് വെച്ചിട്ട് ബീഡ്സും അതേപോലെ എങ്ങനെ വേണേൽ ചെയ്യാം. 2-3 ലെയറായിട്ട് ചെയ്യാം, എങ്ങനെ വേണേൽ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. വെക്കേഷൻ സമയമാണ്, പിള്ളേർക്കൊക്കെ പറഞ്ഞ് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ.